സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്മസ്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കൽ ഒരു കാഴ്ച വിസ്മയമായി അവതരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ക്രിസ്തുദേവന്റെ ജനനം തത്സമയം ദൃശ്യാവിഷ്കരിച്ചിരിക്കുകയാണ് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവക. അനന്തപുരിയുടെ ഹൃദയഭാഗത്തുള്ള പള്ളിയുടെ 150-ാം വാർഷിക ആഘോഷത്തിൽ ക്രിസ്റ്റോഫെസ്റ്റ് 2024 ആഘോഷരാവിന്റെ ഭാഗമായിരുന്നു പ്രദർശനം. മംഗളം വിളി, തിരുപ്പിറവി, തിരുക്കുടുംബത്തിന്റെ ഈജിപ്തിലേക്കുള്ള പലായനം തുടങ്ങിയ സംഭവ വികാസങ്ങൾ നേരിട്ട് അനുഭവിച്ച പ്രതീതിയായിരുന്നു വിശ്വാസികൾക്ക്. ബെത്ലഹേമിന്റെ സന്തോഷം നഗരത്തിനും ജനങ്ങൾക്കും പകരാനുള്ള ശ്രമം കൂടിയായിരുന്നു ഇത്. ബെത്ലഹേമിലെ ദൃശ്യാവിഷ്കരണം നമ്മൾ തത്സമയമായിട്ട് ലൈവായിട്ട് ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒരുക്കുകയാണ്. മംഗളവാർത്ത സത്രത്തിലെ ആ ഒരു ബുദ്ധിമുട്ട്, പിന്നീട് തിരുപ്പിറവിയുടെ ആ സന്ദർഭം, ആട്ടിടയന്മാരുടെ ആ ഒരു ദർശനം, രാജാക്കന്മാരുടെ ആ വരവ്, ഈജിപ്തിലേക്കുള്ള തിരുകുടുംബത്തിൻ്റെ പലായനം, ഇങ്ങനെ 6 കാര്യങ്ങൾ അവർ ദൃശ്യാവിഷ്കരണത്തിലൂടെ ഈ ഒരു സന്ദേശവും തിരുപ്പിറവിയുടെ സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. ബെത്ലഹേമിലെ ആ ഒരു സന്തോഷം ഈ ഇടവക സമൂഹത്തിനും ഈ ദേവാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്കും ഈ നഗരത്തിന് നൽകാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. ഇതൊരു ആദ്യത്തെ സംരംഭമാണ്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പള്ളി ഇടവകയിലെ 6 വാർഡുകളിലെ 47 കുടുംബ യൂണിറ്റുകൾ ഒത്തുചേർന്നാണ് തിരുപ്പിറവിയുടെ ഹൃദ്യമായ ദൃശ്യാവിഷ്കരണം ഒരുക്കിയത്. ഇവിടെ സ്ഥലമൊന്നും തന്നെ ഇല്ല, പൊക്കളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.